പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ജീവൻ്റെ കവാടം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്നേ ദിവസം ദൈവവചനത്തിൻ്റെ തിരുവചനത്തിൻ്റെ ശക്തിയും പ്രസക്തിയും കൂടുതൽ ആഴത്തിൽ ബോധ്യപ്പെടുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം തൻ്റെ തിരുവചനത്താലാണ് ഈ ആകാശവും ഭൂമിയും അതിലുള്ള സകലത് സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ 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 എന്ന ദൈവത്തിൻ്റെ സ്വരം ഈ ഭൂമിയിലുള്ള ഈ ആകാശത്തുള്ള സകലതും സൃഷ്ടിക്കുവാൻ കാരണമായെങ്കിൽ ഇന്നും ആ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം പ്രഘോഷിക്കപ്പെടുന്ന വേളകളിൽ, ധ്യാനകേന്ദ്രങ്ങളിൽ മാത്രമല്ല, ഈ ശാലോൻ ടി വിയിലൂടെ, മറ്റ് സുവിശേഷ ടി വികളിലൂടെ ലോകത്തെമ്പാടുമുള്ള ഭവനങ്ങളിൽ ഈ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത മാനസാന്തരങ്ങൾ, അത്ഭുതമായ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമല്ലേ? നമുക്കറിയാം, ഇന്ന് ഈ ഭൂമിയിൽ ഒരുപാട് പ്രസംഗങ്ങൾ, ഒരുപാട് മീറ്റിങ്ങുകൾ, ഒരുപാട് മറ്റെന്തെല്ലാം പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ പോയി വന്ന ഒരാൾ മനസ്സിന് സമാധാനം കിട്ടി, നല്ല സിനിമയാണ്, നല്ല പ്രോഗ്രാമാണ്, നല്ല രസമാണ്, നല്ലോണം ചിരിച്ചു എന്നൊക്കെ പറയുന്നല്ലാതെ ഇന്നുവരെ ലോകത്ത് ഒരു വ്യക്തിക്ക് ഈ മീറ്റിങ്ങുകൾ, ഈ പ്രസംഗങ്ങൾ, ഈ ലൗകിക കാര്യങ്ങൾ ഒരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തിയതായി, മാനസാന്തരപ്പെടുത്തിയതായി, വിശുദ്ധീകരിച്ചതായി, അവന് പുതിയ ബോധ്യം കൊടുത്തതായി, വിശ്വാസം വർദ്ധിച്ചതായി ഇന്നുവരെ ലോകത്താരും കേട്ടിട്ടില്ല. യേശു പ്രിയപ്പെട്ടവരെ, 36 വയസ്സ് വരെ ഒരു വിശ്വാസി എന്ന് അഭിമാനിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കൊന്ത ചെല്ലുന്നു. എങ്കിൽ പോലും 36ാമത്തെ വയസ്സിൽ അവർ 5 ദിവസം ദൈവത്തിൻ്റെ തിരുവചനം അനുസ്യൂതമായി കേട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ദൈവവിശ്വാസം മുളച്ചു. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി, മാനസാന്തരങ്ങളുണ്ടായി. വലിയൊരു സമർപ്പണത്തിലേക്ക് എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. അവിടെ പ്രഘോഷിക്കപ്പെട്ട ഓരോരോ വചനങ്ങൾ, അത് ഇരുതലവാൾ മൂർച്ചയുള്ള വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ മാറ്റങ്ങൾ, എൻ്റെ സൗഖ്യങ്ങൾ, വിടുതലുകൾ, വലിയ ബോധ്യങ്ങൾ നൽകി എന്നെ അഭിഷേകം ചെയ്തു. ഈ 36 വയസ്സ് വരെ ഒരു ധ്യാനമോ പ്രസംഗമോ മറ്റൊന്നിനും കഴിവില്ലാതിരുന്ന ഞാൻ, ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ എന്നെ കഴിഞ്ഞ് 24 വർഷമായി ലോകത്തെമ്പാടും, ഭാരതത്തിലെ, കേരളത്തിൽ തന്നെയല്ല, പല പല ധ്യാനകേന്ദ്രങ്ങളിൽ, പല പല കൺവെൻഷനുകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ പ്രസക്തി ഇനിയും നമ്മൾ വളരെയേറെ ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119:11 പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കുവാൻ അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചു. പ്രിയ ദൈവജനമേ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് ഒരുപാട് പേരെ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ വേണ്ടി സഹായിക്കുകയാണ്. നമ്മളിന്ന് കേൾക്കുന്ന, നമ്മളിന്നറിയുന്ന, നമ്മൾ അനുഭവിക്കുന്ന പല ജീവിത സാഹചര്യങ്ങളിൽ പാപം ഒളിഞ്ഞിരിപ്പുണ്ട്, പാപം പതിയിരിപ്പുണ്ട്. അവയൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് ഒരു വ്യക്തി തിരുവചനം മനസ്സിൽ ധ്യാനിക്കുമ്പോഴും വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ പരിശോധിക്കുമ്പോഴുമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു നിരീശ്വരവാദിയായ വ്യക്തി ഒരിക്കൽ ഒരു ധ്യാന കേന്ദ്രത്തിൽ കടന്നു വന്നു. അവന് വിശ്വാസം വരുന്നില്ല. ദൈവമില്ല, ദൈവമില്ല, ദൈവമില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വാദഗതികൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഒരു നിരീശ്വര ചിന്തയിൽ പഠിച്ച് ആ ദൈവത്തിൻ്റെ സ്നേഹമറിയാതെ, വചനമറിയാതെ ദൈവത്തെ നിഷേധിച്ചുകൊണ്ടിരുന്ന വ്യക്തി. ആ വ്യക്തിയുമായി സംസാരിക്കാണ്ട് വന്നു. അപ്പോൾ അവസാനം എന്തു പറഞ്ഞിട്ട് അയാൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇതാ ബൈബിൾ, ഇത് വചനമാണ്, ഇത് ദൈവമാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്വരമാണ്. ഈ ബൈബിൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തുറക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ, നിങ്ങൾക്ക് വിശ്വാസം ലഭിക്കുന്ന, നിങ്ങളുടെ ഇപ്പോഴത്തെ തെറ്റ് മനസ്സിലാക്കി തരുന്ന വചനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാമോ? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ബൈബിൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഞാൻ തുറക്കാം, നിങ്ങൾ തുറക്കണ്ട. കാരണം ഞങ്ങൾ തുറക്കുമ്പോൾ അത് ഏതെങ്കിലും അനുയോജ്യ വചനം വെച്ച് തുറക്കുമെന്ന് അയാൾക്ക് പേടി. ഞാൻ പറഞ്ഞു, നിങ്ങൾ തുറന്നു. കുറേ സമയങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ മകനാണത്. അവൻ നിരീശ്വരവാദിയാണെങ്കിൽ പോലും, അവൻ പാപിയാണെങ്കിൽ പോലും ദൈവം അവനെ സ്നേഹിക്കുന്നു, ദൈവം അവനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു 5-10 മിനിറ്റ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ വ്യക്തിയെ കൊണ്ട് തന്നെ സമ്പൂർണ്ണ ബൈബിൾ തുറപ്പിച്ചു. പ്രിയ ദൈവജനമേ, അത്ഭുതകരമായ ഒരു വചനത്തിലൂടെ ആ മനുഷ്യൻ, അവൻ്റെ അടിമുടി, അവൻ്റെ ബോധ്യങ്ങൾ മാറി, അവൻ്റെ പിടിവാശി മാറി, അവൻ ദൈവവിശ്വാസിയായി മാറി. ആ വചനം ഇതാണ്, സങ്കീർത്തനങ്ങൾ 14:1. സങ്കീർത്തനങ്ങൾ 14:1 ആ മകന് വേണ്ടി പ്രാർത്ഥിച്ച് ആ വ്യക്തി തന്നെ പ്രാർത്ഥിച്ച് തുറന്ന് കൈതൊട്ട് നോക്കിയത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അവൻ പറയുക, ഞാനൊരു മൂഢനാ, പക്ഷേ ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതാ ദൈവം ഈ തിരുവചനത്തിലൂടെ എൻ്റെ ഈ അബദ്ധ സിദ്ധാന്തം, എൻ്റെ അപക്വമായ ജീവിതം,
നിരീശ്വരവാദം ഇതാ ഈ വചനത്തിലൂടെ എടുത്തു മാറ്റിയിരിക്കുന്നു. ആ വചനം തന്നെ ലഭിച്ചതുകൊണ്ട്, അത് നിങ്ങളാരും എടുത്ത വചനമല്ല, ആ സത്യവചനം അത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ 2000 പേജുള്ള ബൈബിളിലൂടെ വേറെ എന്തെല്ലാം വചനം ലഭിക്കാം, ആ തിരുവചനം ആ മകനെ ഒരു ദൈവവിശ്വാസിയാക്കി മാറ്റി, ഒരു യേശു വിശ്വാസിയാക്കി മാറ്റി, സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയുള്ള വ്യക്തിയാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ 36 വയസ്സിന് ശേഷം യേശുവിലേക്ക് കടന്നു വന്ന എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പാപപ്രലോഭനങ്ങൾ, ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ഇവയെല്ലാം എന്നെ അലട്ടിയിട്ടുണ്ട്. മറ്റ് പലരുടെയും ജീവിത പ്രശ്നങ്ങളുമായിട്ട് എൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. ബ്രദറെ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, ആ സമയത്തൊക്കെ എന്നെ സഹായിച്ചത്, ആ വ്യക്തികളെ സഹായിച്ചത്, അവർക്ക് ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് ഈ വിശുദ്ധ ഗ്രന്ഥമാണ്, വിശുദ്ധ ബൈബിളാണ്. ഞാൻ ഇന്നും ഓർക്കുന്ന പല പല സംഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഇത് പറയാൻ എന്നെ ശക്തിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്കിലും മറുവശമുണ്ട്. ഈ തിരുവചനത്തോട് ഞാൻ എന്തെങ്കിലും ചെറിയൊരു അവിശ്വസ്തത കാണിച്ചെങ്കിൽ ഈ ബൈബിൾ പിന്നെ എന്നോട് സംസാരിക്കില്ല. ഈശോയുടെ സ്നേഹത്തോട്, വചനത്തോട്, ഈ പ്രാർത്ഥിച്ച് കിട്ടുന്ന വചനത്തോട് അതെനിക്കെതിരാകുമ്പോൾ, അതെനിക്ക് വിഷമുണ്ടാക്കുമ്പോൾ, അതെനിക്കല്ല എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ച് അല്പം ഞാനതൊന്ന് മറുതലിച്ചാൽ പിന്നെ ഈശോ എന്നോട് സംസാരിക്കാറില്ല. നമ്മൾ ഓർക്കണം, എന്തുകൊണ്ടാണ് ഈശോ എന്നോട് ഈ വചനത്തിനോട് സംസാരിക്കാത്തത് എന്ന് പലർക്കും ഒരു വിഷമമുള്ള കാര്യമാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഞാൻ എത്രയും പ്രാർത്ഥിച്ച് വചനമെടുത്തിട്ടും ഒരു ഉത്തരം കിട്ടുന്നില്ല, ഒരു സൗഖ്യം ലഭിക്കുന്നില്ല, ഒരു ബോധ്യം ലഭിക്കുന്നില്ല. ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനത് മനസ്സിലാക്കി. എപ്പോഴെങ്കിലും തിരുവചനത്തോട് ഒരു നുള്ള് അവിശ്വസ്തത കാണിച്ചാൽ, ഈ വചനം ലഭിക്കുമ്പോൾ അത് ആത്മനാ സ്വീകരിച്ച് ജീവിതത്തിൽ പരിവർത്തനം വരുത്താതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈശോ മിണ്ടുന്നില്ല, വചനം മിണ്ടുന്നില്ല, വചനം സംസാരിക്കുന്നില്ല. പിന്നെ എൻ്റെ ഈശോയെ ഒന്ന് സംസാരിപ്പിക്കണമെങ്കിൽ കുറേ പണിയാണ്. കണ്ണീരോടെ കരഞ്ഞ് മാപ്പ് ചോദിച്ച് അനുദപിച്ച് ഈശോയേ എന്ന് കരയുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും ഈശോ സംസാരിക്കുന്നു. ജീവനുള്ള വചനമാണ്. ജീവനുള്ളൊരു വ്യക്തി എത്രമാത്രം പണങ്ങിയിരിക്കുമോ അതിനപ്പുറത്തെൻ്റെ ഈശോയിനോട് മിണ്ടാണ്ടിരുന്ന സമയമുണ്ട്. എന്നാൽ ധാരാളം മിണ്ടിയ സമയമുണ്ട്. അതിലെ ചില സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനത്തിൻ്റെ പ്രസക്തി, ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ ശക്തി ഈ ലോകത്തുള്ള സകല ജനതയും അറിഞ്ഞ് അവരിലെല്ലാം മാറ്റവും മനസ്സാന്തരം ഉണ്ടാക്കാൻ ഈ ക്ലാസ്, ഈ വചന ശുശ്രൂഷ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നൊരു വ്യക്തി, എന്നെ സ്നേഹിക്കുന്നൊരു വ്യക്തി, ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഒരിക്കൽ അവിചാരിതമായി എൻ്റെ ജീവിതത്തിൽ വലിയൊരു അവിശ്വസ്തത കാണിച്ചു. അത് വളരെ വളരെ കാര്യമായൊരു കുറ്റമാണ്, ഒരു മാപ്പർഹിക്കുന്ന ഒരു കുറ്റമല്ല. അങ്ങനെ മാത്രം എൻ്റെ മനസ്സിന് വേദന വന്ന സമയത്ത് ഞാൻ ഈ വ്യക്തിക്ക് അത് ബോധ്യപ്പെടാൻ വേണ്ടി, ആ സംസാരത്തിലെ പിഴവ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു തീരുമാനമെടുത്തു. ഇന്ന് ഞാൻ മിണ്ടാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഞാൻ അല്പം അസ്വസ്ഥനായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അസ്വസ്ഥനാണ് ഞാൻ. അങ്ങനെ ഇറങ്ങിപ്പോകാൻ തീരുമാനമെടുത്തു. ഞാനങ്ങനെ പോട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചു. അവസാനം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഞാൻ ഈ നിലപാട് സ്വീകരിക്കുന്ന അങ്ങേക്ക് ഇഷ്ടമാണോ? ഈ നിലപാട് ഞാൻ സ്വീകരിച്ചുകൊണ്ട് മിണ്ടാണ്ട് ഇറങ്ങിപ്പോകുന്ന യേശുവേ അങ്ങേക്ക് ഇഷ്ടമാണോ? ദൈവമേ, അങ്ങ് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് എൻ്റെ ബൈബിൾ ഞാൻ പ്രാർത്ഥനാപൂർവ്വം തുറന്നു. ഈശോയെ, എന്നെ സഹായിക്കണമേ, വചനമേ എന്നെ വഴി നടത്തണമേ. പ്രാർത്ഥിച്ച് വചനം തുറന്നു. പ്രിയപ്പെട്ടവർ, എനിക്ക് കിട്ടിയ വചനം ഇതാണ്: പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ കർത്താവിൻ്റെ ക്രോധത്തിന് വിട്ടുകൊടുക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഈശോ പറയാണ്, പ്രതികാരം നിങ്ങൾ ചെയ്യേണ്ട, നീ മിണ്ടാണ്ട് പോകണ്ട, നീ അവനെ സ്നേഹിക്ക്. അവനെ തെറ്റ് ചെയ്തെങ്കിൽ അവൻ്റെ കുഴപ്പമല്ല, അവൻ യേശുവിനെ അറിയാഞ്ഞിട്ടാ, യേശുവിൻ്റെ വചനം അറിയാഞ്ഞിട്ടാ. അവനോട് നീ പിണങ്ങരുത്, നീ അവനോട് സ്നേഹത്തോടെ സംസാരിച്ചിറങ്ങിപ്പോണം. എൻ്റെ മനോഭാവത്തിൽ മാറ്റം വന്നു. തൽക്ഷണം തന്നെ ഞാൻ ക്ഷയിക്കാൻ കൊടുത്തു. ഞാൻ പോയപ്പോൾ നമുക്ക് വീണ്ടും കാണാം, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവിടെ എനിക്ക് പോരാൻ സാധിച്ചു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ യേശു തമ്പുരാൻ ഈ വചനത്തിലൂടെ, ബൈബിളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സൗഖ്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് മാനസാന്തരങ്ങൾ, ഒരുപാട് പുതിയ പുതിയ ബോധ്യങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊന്നൊരു ചിന്തിച്ച്, ഈ കാലഘട്ടത്തിൽ ധ്യാനം കൂടി വചനം കേട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നവർ, സൗഖ്യം ലഭിച്ചവർ, ഒരുപാട് ബോധ്യങ്ങൾ ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. വീണ്ടും എന്തുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വളരുന്നില്ല? ഈ വചനത്തോട് ആഭിമുഖ്യം കാണിക്കുന്നില്ല? എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ നമ്മൾ സന്നദ്ധമാകുന്നില്ല? നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറെ കണ്ടു, സൗഖ്യം കിട്ടിയെങ്കിൽ ആ ഡോക്ടറെ കാര്യം പറയാനേ നമുക്ക് സമയമുള്ളൂ. ആ ഡോക്ടറെ നമ്മൾ പൊഴുത്തി പറയും, ആ ഡോക്ടറോട് വീണ്ടും കാണും, ആ ഡോക്ടറെ ഫോണിൽ വിളിക്കും, ആ ഡോക്ടറെ പറ്റി നമ്മൾ നാട്ടുകാരോട് മുഴുവൻ നന്മ പറയും. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ വചനമായ യേശു എന്തുമാത്രം സൗഖ്യം നൽകി. എത്ര ക്യാൻസർ രോഗികൾ ഈ നാട്ടിൽ സൗഖ്യപ്പെട്ടു. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ കിട്ടി. അതുപോലെ നിരവധി സൗഖ്യങ്ങൾ, നിരവധി മാറ്റങ്ങൾ, കുടുംബ സമാധാനം ഈ ഭൂമിയിൽ നൽകിയത് ഒരു വ്യക്തിയല്ല, ഒരു സുവിശേഷകനല്ല, ഒരു ധ്യാനഗുരുവല്ല, ഒരു വൈദികനല്ല, ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ നിങ്ങൾ തയ്യാറായിക്കൊണ്ട് ആ വചനത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുവാൻ, ആ വചനത്തിൻ്റെ ശക്തിയിൽ കൂടുതൽ ആശ്രയിക്കുവാൻ, വചനാധിഷ്ഠിതമായ ഒരു പുതിയ ജീവിതം, ഒരു സാക്ഷ്യ ജീവിതം,
വചനത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ജീവിതം തുടരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അരികിൽ പ്രാർത്ഥിക്കാനായി വന്ന ചെറുപ്പക്കാരൻ. അവൻ ധ്യാനമെല്ലാം കൂടി വിശുദ്ധിയോടെ മുന്നേറുന്നു. നിത്യജീവനാണ് അവൻ്റെ ലക്ഷ്യം, സ്വർഗമാണ് അവൻ്റെ ലക്ഷ്യം. അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുത്ത് വിശുദ്ധിയോടെ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ. അവൻ്റെ ഭാര്യ ഗൾഫിൽ ജോലിയാണ്. ഇവൻ നല്ല പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഇവന് വാടക വീട്ടിൽ താമസിക്കുകയാണ് ഈ വ്യക്തി. ഒരു നാൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മുന്നിൽ മുട്ട തന്നു. ഞാൻ ചോദിച്ചു, എന്താ സംഭവം, പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം, എന്താ സംഭവം? അപ്പോൾ ഈ വ്യക്തിയുടെ അയൽവക്കത്തെ വീട്, തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ ഒരു യുവതി താമസമുണ്ട്. ആ യുവതിയുടെ ഭർത്താവ് ഗൾഫിലാണ്. ഈ യുവതി എന്നെ വല്ലാണ്ട് നോക്കി. ഈ സ്ത്രീ എന്നെ പാപത്തിന് വേണ്ടി പ്രലോഭിപ്പിച്ചു. ഈ സ്ത്രീ എന്നോട് വല്ലാണ്ട് നോക്കി. ഞാൻ പറഞ്ഞു, വെറുതെ ആ സ്ത്രീ സ്വാഭാവികമായി നോക്കിയതുള്ളൂ. അങ്ങനെയല്ല ബ്രദറെ, ആ നോട്ടത്തിലൊരു പാപവിരിപ്പുണ്ട്, ആ നോട്ടത്തിലൊരു തിന്മയുണ്ട്, ഒരു വശീകരണമുണ്ട്. അവളെ ചിരി, അവളെന്നെ നശിപ്പിക്കാനുള്ള ചിരിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അവിടെ നോടി. ഈ ചെറുപ്പക്കാരൻ വീണില്ല. ഓടി പിശാചേ എന്നുള്ള ബോധ്യത്തോടെ ആ ചെറുപ്പക്കാരൻ ഈശോടൊപ്പം ജീവിക്കണം, എനിക്കൊരു വിശുദ്ധനാകണം, സ്വർഗമാണ് ലക്ഷ്യം, നിത്യജീവനാണ് ലക്ഷ്യം. ഈ ബോധ്യത്തോടെ ഈ പാവിയായി എൻ്റെ അടുത്തേക്ക് അവൻ ഓടി വന്നു. അവിടെ മുട്ട തന്നു. ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. ഞാൻ അമ്മൻ്റെ തലയൊക്കെ വെച്ചുകൊണ്ട്, ഈശോയുടെ പരിശുദ്ധാത്മാവേ ഇവനെ ശക്തിപ്പെടുത്തണമേ, എല്ലാ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ, പാപത്തെ പുറത്തുപക്ഷിക്കാൻ, വിശുദ്ധിയോടെ മുന്നേറുവാൻ, മരിക്കേണ്ടി വന്നാലും പാപം ചെയ്യില്ല ബോധ്യത്തിൽ നിൽക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു, ബ്രദറെ അതുപോലെ ബൈബിളിൽ നിന്ന് തുറന്നൊരു പ്രാർത്ഥിച്ചൊരു വചനമെടുത്തേ എനിക്ക് വേണ്ടി. നിങ്ങൾ ബൈബിളിൽ നിന്ന് തുറന്ന് പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി വചനമെടുത്തേ. വചനത്തോട് പ്രതിബദ്ധതയുള്ള എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ആ ചെറുപ്പക്കാരൻ ആവശ്യപ്പെടുകയാണ്, എന്താണ് വചനം പറയുന്നത്, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് വചനം പറയുന്നത്. ഞാനും ആ ചെറുപ്പക്കാരനോട് ഒരുമിച്ചിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഈശോയെ, വചനമായ യേശുവേ, വിശുദ്ധി നൽകുന്ന യേശുവേ, മാനസാന്തരം നൽകിയ യേശുവേ, സൗഖ്യം നൽകുന്ന യേശുവേ, വിടുതൽ നൽകുന്ന യേശുവേ, അങ്ങ് ഈ സംഭവത്തിൽ, ഈ പ്രശ്നത്തിൽ നീ സംസാരിക്കണമേ, നിൻ്റെ പദ്ധതി എന്ത്, പ്ലാൻ എന്ത്, സംസാരിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് ബൈബിൾ തന്നു. യേശു പ്രിയ ദൈവജനമേ, അവിശ്വസനീയമായ എന്നാൽ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനം ഒരു വലിയ നിർദ്ദേശമാണ്, ഒരു താക്കീതാണ് കൊടുത്തത്. അതിതായിരുന്നു നിയമാവർത്തനം 22:22. നിയമാവർത്തനം 22:22 അവിടെ ഇങ്ങനെ പറയാണ്, അന്യൻ്റെ ഭാര്യയോടൊത്തൊരുത്തൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും വധിക്കണം. അന്യൻ്റെ ഭാര്യയോടൊത്ത് ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ ഇരുവരെയും വധിക്കണം. നിയമാവർത്തനം 22:22. ആ ചെറുപ്പക്കാരന് വലിയ ബോധ്യമായി, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, അതാ വധിക്കപ്പെടേണ്ട വലിയ പാപമാണ് ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, ആ പാപത്തിൽ നിന്നാണ് ദൈവം എന്നെ മോചിപ്പിച്ചത്. ഈ ബോധ്യത്തോടെ അവൻ തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, അവൻ തീരുമാനമെടുത്തു, ആ വാടക വീട് ഒഴിയണം, ഞാൻ അവിടെ കിടക്കില്ല, എനിക്ക് വേണ്ടത് സ്വർഗമാ, വിശുദ്ധിയാ. ഈ പാപിനിയായ സ്ത്രീയുടെ കൂടെ ഇതിൻ്റെ അരികിലെ കൊട്ടേഷൻ താമസിച്ചാൽ ഒരുപക്ഷേ ഞാൻ പാപത്തിൽ പെട്ടുപോയേക്കാം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചിന്തിക്കണം, നമ്മുടെ ജീവിത സാഹചര്യം, നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ സുഹൃത്തുക്കൾ, സാഹചര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കണം. ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിവേകത്തോടെ അവൻ ശ്രദ്ധിക്കണം, ഇതാ എൻ്റെ ജീവിതം ഈശോയ്ക്ക് ഇഷ്ടമുള്ള ജീവിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വീടിന് സാധ്യമാണോ? എൻ്റെ ഈ ജോലി എങ്ങനെയുള്ളതാണ്? ഒരു വിശ്വാസിക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്ന ജോലിയാണോ, അതോ പാപത്തിലേക്ക് പ്രലോഭിപ്പിക്കുന്ന സാഹചര്യമുണ്ടോ? അവിടെ ആരൊക്കെയാണ് ജോലി ചെയ്യുന്നത്? അവൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? വിശുദ്ധിക്ക് പ്രാധാന്യമുള്ള കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മുടെ മക്കൾക്ക്, നമ്മളുടെ ബന്ധങ്ങൾക്കെല്ലാം ഒരു വില കൽപ്പിക്കുവാൻ, ആ ജോലി സെലക്ട് ചെയ്യാൻ, ആ സ്കൂൾ സെലക്ട് ചെയ്യുവാൻ, ആ കോളേജ് സെലക്ട് ചെയ്യുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. 1995 ജെറൂസലം കാണുവാൻ വേണ്ടി ഞങ്ങളൊരു ടീമായിട്ട് യാത്രയായി. ആ ടീമായി യാത്രയായി അന്ന് ഞങ്ങൾ അവിടെ ചെന്ന് അവസാനം ഒരു സ്ഥലത്തെത്തിയപ്പോൾ, ഗാഗുൽത്താ മലയിലെത്തിയപ്പോൾ, യേശുവിനെ ക്രൂശിച്ച അതേ സ്ഥലത്ത് വലിയ ആഴത്തിൽ ഒരു കരിമ്പാറ പൊട്ടിപ്പിളർന്ന് കിടന്ന് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, പ്രേതാലയം തുറക്കപ്പെട്ടു, ഏതെങ്കിലും ചെറിയ പാറക്കഷ്ണം പൊട്ടിക്കാണും. ഇതൊക്കെ അങ്ങോട്ട് ഒരു കലാപരമായിട്ട് എഴുതി വെച്ചതായിരുന്നു എന്ന് ധരിച്ചിരുന്ന ഞാൻ ഈ പാറ നെടുവേ പിളർന്ന് കിടന്ന് കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ഷോക്കായി മാറി, വലിയ അത്ഭുതമായി മാറി. എൻ്റെ കണ്ണുകൾക്ക് ഒരു വലിയ അത്ഭുത കാഴ്ചയായി മാറി. അന്ന് എൻ്റെ ജീവിതത്തിൽ എത്ര ഓർത്തിട്ടും ചിന്തിച്ചിട്ടും ഉറങ്ങാൻ പറ്റാത്ത ദിവസം, രാത്രി 12 മണി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല. ദൈവമേ, ഞാൻ ഈ സംഭവം ആഴത്തിൽ വിശ്വസിച്ചില്ലല്ലോ. എൻ്റെ ദൈവം കുരിശിൽ പിടഞ്ഞ് മരിച്ച സമയം ആ പാറകൾ പിളർന്നു എന്നുള്ള വചനം ഞാൻ ഇക്കാലം അത്രയും വിശ്വസിക്കാതെ പോയല്ലോ. എനിക്ക് അസ്വസ്ഥയായി. രാത്രിയിൽ ഞാൻ ബൈബിൾ തുറന്നു, ഇതെവിടെയാണ് ഈ വചനം? കറക്റ്റ് ആ വചനത്തിൻ്റെ ഭാഗം എനിക്കറിയില്ല. ഞാൻ ബെഡ് സ്വിച്ച് ഇട്ടു, ഈ ബൈബിൾ തുറന്നു, യേശുവേ അങ്ങ് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു. യേശു പ്രിയ ദൈവജനമേ,
അതാ എനിക്ക് ലഭിച്ച വചനം അത് തന്നെയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:52. യേശു മരിച്ചപ്പോൾ പാറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, എനിക്ക് ബോധ്യങ്ങൾ നൽകുവാൻ, കൂടുതൽ അഭിഷേകം നൽകുവാൻ, എനിക്ക് നല്ല ഉറക്കം തരാൻ, ആശ്വാസം നൽകുവാൻ ആ തിരുവചനത്തിലൂടെ ദൈവം തയ്യാറായി. ഇന്നും ജീവിക്കുന്ന വചനം, ഇന്നും ജീവിക്കുന്ന ദൈവം ഇതാ ബൈബിളിലൂടെ നമ്മുടെ ഭവനത്തിൽ ഇതാ നമ്മുടെ ഭവനത്തിൽ തന്നെ ഉണ്ട്. ഈശോ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കരങ്ങളിലുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാകാം. വിശുദ്ധ കുർബാനയ്ക്കും തിരുവചനത്തിനും സഭ ഒരേ സ്ഥാനമാണ് നൽകുന്നത്. ബൈബിളിനും വിശുദ്ധ കുർബാനയ്ക്കും ഒരേ സ്ഥാനമാണ് നൽകുന്ന കാരണം എന്താ? വചനമാണ് യേശുവാണ് വചനം. ആ ഒരു വലിയ ബോധ്യത്തോടെ, ഭയഭക്തി ബഹുമാനത്തോടെ വചനത്തെ ആശ്ലേഷിക്കുവാൻ, വചനം സ്വീകരിക്കുവാൻ, വചനത്തിൻ്റെ നേർക്കാഴ്ചകൾ സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലുണ്ടായ ഒരു അത്ഭുതം. കണ്ണൂർ ജില്ലയിൽ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഒരു വ്യക്തി മരിച്ചു. ആ മകൻ്റെ ജീവിത പങ്കാളി നല്ല വിശ്വാസിയായ പെണ്ണ് ആ മരണത്തോടുകൂടി 2 കൊച്ചുമക്കൾ അവളുടെ പള്ളിപ്പോക്ക് നിർത്തി. അവൾ പറയുക, എന്നെ ദൈവം സ്നേഹമാണെങ്കിൽ ഈ ചെറിയ 2 പിള്ളേർ എനിക്കുള്ളപ്പോൾ എന്തിന് എൻ്റെ ഭർത്താവിനെ എടുത്തു? ഭർത്താവിൻ്റെ ജീവൻ പോയില്ലേ, ഞാനെങ്ങനെ ജീവിക്കും? ദൈവം സ്നേഹമല്ല. ധ്യാനം കൂടി വിശുദ്ധി ജീവിച്ച പെണ്ണിൻ്റെ വിശ്വാസം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ടുപോയി. ആ പെൺകുട്ടിയുടെ ആങ്ങളമാർ എന്നോട് ഫോൺ നമ്പർ തന്നു, ഞാൻ സംസാരിച്ചു. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, മോളെ എനിക്കറിയാം നിൻ്റെ വിഷമം, ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നീ ഡിവൈനിലേക്ക് വരണം, ഒരു ധ്യാനം കൂടണം, വചനം കേൾക്കണം. അപ്പോൾ ആ പെൺകുട്ടി ഫോണിലൂടെ എന്നോട് പറയാണ്, ആ പനക്കലച്ചനെ നീ ഒന്ന് കാണിച്ചു തരാമോ? ധിക്കാരത്തോടെ പറയുന്നത്. പനക്കലച്ചോട് 2 പറയണം, പനക്കലച്ചോട് സംസാരിക്കണം, തട്ടിക്കയറാൻ വേണ്ടി അവൾ പറയുക. ഞാൻ പറഞ്ഞു, പനക്കലച്ചനെ കാണിച്ചു തരാം, ബഹുമാനപ്പെട്ട പനക്കലച്ചനായിട്ട് സംസാരിക്കാൻ അവസരം തരാം. ആ ഒരു അച്ഛനോട് തർക്കം കൂടാൻ വേണ്ടി മാത്രമായിട്ട് ഇവൾ സമ്മതിച്ചു. ഇവളും അമ്മയും നാത്തൂനും 3 പേര് ഡിബയിലേക്ക് ധ്യാനം കൂടാൻ വന്നു. ബുധനാഴ്ച ദിവസം ഞാൻ ക്ലാസ് എടുക്കുന്ന ദിവസമാണ്. ഞാനവിടെ രാത്രി 10 മണി സമയത്ത് കുർബാന കഴിഞ്ഞ് ആഹാരം കഴിഞ്ഞ സമയം അവർക്ക് വേണ്ടി ഫിക്സ് ചെയ്തു. ആ സമയത്ത് ആ പെൺകുട്ടിയെ കാണാനില്ല. ആ പെൺകുട്ടി അമ്മയോട് വന്നില്ല. ഞാൻ വീണ്ടും ആൾക്കാരെ വിട്ട് അന്വേഷിച്ചു. അപ്പോൾ ആ പെൺകുട്ടി, പ്രിയപ്പെട്ടവരെ, അന്ന് ഞാനും കേട്ട സംഭവമാണ്. എൻ്റെ ക്ലാസ് കഴിഞ്ഞാണ് മനക്കിലച്ചൻ്റെ പ്രസംഗം അവിടെയെങ്കിൽ അന്ന് വരെ 6-7 വർഷം ഞാൻ കേൾക്കുന്ന ക്ലാസ് എനിക്കറിയാം. ഈ കുർബാന മധ്യ അച്ഛൻ എടുക്കുന്ന ക്ലാസ് എനിക്ക് കാണാപ്പാടെ അറിയാം. പക്ഷേ അന്ന് അച്ഛൻ പറഞ്ഞ ക്ലാസ്സൊന്നും അതായിരുന്നില്ല. ഒരു ഭവനത്തിൽ ഒരു മരണം സംഭവിച്ചാൽ നമ്മൾ അതിനെ എങ്ങനെ കാണണം, എങ്ങനെ നേരിടണം, എന്താ ദൈവത്തിൻ്റെ പദ്ധതി എന്നതിനെപ്പറ്റി അച്ഛൻ അവിടെ വിവരിക്കുക. ഞാൻ ഓർത്ത്, ദൈവമേ എൻ്റെ ദിവസം മാറിപ്പോയോ, ഇതെന്ത് പറ്റി അച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആ കാര്യം മറന്നു. അവസാനം ആ പെൺകുട്ടിയെ വിളിച്ചോൾ പറയുക, എൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെ ആ വചന ക്ലാസ്സിലൂടെ എനിക്ക് ഉത്തരം ലഭിച്ചു. എനിക്ക് അച്ഛനെ കാണേണ്ട ആവശ്യമില്ല. പ്രിയ സഹോദരാസഹോദരി, 10,000-ഓളം ആൾക്കാർ ധ്യാനിക്കുന്ന ആ സ്ഥലത്ത് ഈ പെൺകുട്ടിയുടെ ദുഃഖമറിഞ്ഞ ദൈവം, ഈ പെൺകുട്ടിയുടെ മനസ്സറിഞ്ഞ ദൈവം പലരുടെയും മധ്യസ്ഥ ഫലമായി ആ മകൾക്ക് വേണ്ട വചനം, ആ മകൾക്ക് വേണ്ട സന്ദേശം കൊടുത്തുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. അതാണ് ദൈവവചനത്തിൻ്റെ ശക്തിയും പ്രസക്തിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സൗഖ്യം ലഭിക്കുക ദൈവ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ചില പാപങ്ങൾ, ചില പാപ സന്തോഷങ്ങൾ, ഈശോയുടെ സ്നേഹത്തിന് വിരുദ്ധമായ ചില സംഭവങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് സൗഖ്യം ലഭിക്കുക. ഞാൻ ഓർക്കുകയാണ്, ഒരു 1994 കാലഘട്ടങ്ങളിൽ ഒരു ഹൃദ്രോഗിയായ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ വ്യക്തി വളരെ സമ്പന്നനായ മനുഷ്യനാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു സന്ദേശം തന്നു. ഒരുപാട് തൊഴിലാളികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് ന്യായമായ ശമ്പളം ഇയാൾ കൊടുക്കുന്നില്ല ഈ വിശ്വാസി. അങ്ങനെ ഒരു സന്ദേശം കിട്ടി. ഞാൻ അവിടെ പറഞ്ഞപ്പോൾ അയാളിനോട് ചൂടായി. ഞങ്ങളുടെ ഫാക്ടറിയിൽ CAT ഉണ്ട്, AITC ഉണ്ട്, UTUC ഉണ്ട്, അവർക്കാർക്കും പരാതിയില്ല. ലേബർ ഓഫീസറുണ്ട്, അവർക്ക് പരാതിയില്ല, നിങ്ങൾക്കാണോ പരാതി? അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പോയതാ, ക്ഷമിക്കണം. അപ്പോൾ അയാൾ പറയുക, ദൈവം അങ്ങനെ തോന്നിപ്പിച്ചു എന്നുള്ളത് എന്താ തെളിവ്? ദൈവം അങ്ങനെ തോന്നിപ്പിച്ചു എന്നുള്ളത് എന്താ തെളിവ്? നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച് പറയുന്നതെല്ലാം സന്ദേശമാണോ? ഇയാൾ വളരെ രൂക്ഷമായി ചൂടാകുക. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം ബൈബിൾ തുറക്കുമ്പോൾ ദൈവം സംസാരിക്കാറുണ്ട്, ഈശോ ഇടപെടും, ഈശോ നിങ്ങൾക്ക് ബോധ്യം നൽകും. അങ്ങനെ ബൈബിൾ പറയാമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. ഈ വിശ്വാസിയായ ധ്യാനം കൂടി ചെറുപ്പക്കാരൻ അതിന് സമ്മതിച്ചു. അവർ തന്നെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു. യേശു പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവിക്കുന്ന ദൈവം ആ മകനെ സൗഖ്യപ്പെടുത്തി. എങ്ങനെയാണെന്നറിയാമോ? റോമ 4:4 സന്ദേശം കൊടുത്തു. റോമ 4:4 എന്താണ് അവിടെ പറയുന്നത്? അധ്വാനിക്കുന്നവരെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. കാർൽ മാർക്സ് പോലും പറയാൻ ധൈര്യപ്പെടാത്ത വചനം. ഇന്നും ജീവിക്കുന്ന ഈശോ അതാ ആ പാവപ്പെട്ടവൻ്റെ പക്ഷം ചേർന്നുകൊണ്ട്, ആ കൂലികൾ ലഭിക്കാതെ വേദനിക്കുന്ന പക്ഷം ചേർന്നുകൊണ്ട് ആ മകൻ്റെ ജീവിതത്തിലേക്ക് അത് സൗഖ്യമായി മാറി. അവന് വീണ്ടും ഹീലിംഗ് കിട്ടി. ആ രോഗത്തിന് വേണ്ടി മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല.
പ്രിയ സഹോദര സഹോദരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുവാൻ, ദൈവതിരുവചനം, ദൈവത്തിൻ്റെ സൗഖ്യം സ്വീകരിക്കുവാൻ, നിത്യജീവനിലേക്ക് സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്ന നിമിഷങ്ങളാണിത്. അതുപോലെ ഞാൻ ഓർക്കുകയാണ്, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ധ്യാനം കൂടുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ വളരെ ക്ലാരിറ്റി ഉള്ളവനാണ്, ഞാൻ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്താണ് ബ്രദറെ പ്രശ്നം? ഒന്ന് പ്രാർത്ഥിച്ച് പറയാമോ? ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കുറേ സമയം പ്രാർത്ഥിച്ചു. 3 പ്രാവശ്യം ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു. ഈ 3 പ്രാവശ്യം ഒരേ ബൈബിൾ വചനം കിട്ടി, ജാരസന്തതി, ജാരസന്തതി, ജാരസന്തതി. 3-ാം പ്രാവശ്യം ഞാൻ മനസ്സോടെ പറഞ്ഞു, ഏതാ സഹോദരാ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതാണല്ലോ വചനം കിട്ടുന്നത്, എന്താ പറ്റി? അയാൾ പറഞ്ഞു, ബ്രദറെ ആരോടും പറയല്ലേ, എൻ്റെ പഴയകാല ജീവിതത്തിൽ ഞാൻ മ്ലേച്ഛനായിരുന്നു, ഞാൻ ജഡികാസക്തി അടിമയായിരുന്നു, വ്യഭിചാരാസക്തിയുള്ള മനുഷ്യനായിരുന്നു, എൻ്റെ ചെറുപ്പകാലത്ത് പറ്റിയൊരു അബദ്ധമാണ്. അനുദപിക്കണ്ടേ, കുമ്പസാരിക്കണ്ടേ? അനുദപിക്കുകയും ചെയ്തു, കുമ്പസാരിക്കുകയും ചെയ്തു. പക്ഷേ അച്ഛൻ പറഞ്ഞ പരിഹാരം ചെയ്തില്ല. ആ വ്യക്തി പറയുകയാണ്, ഇതാ ഈശോ അത് തന്നെ 3 പ്രാവശ്യം വചനത്തിലൂടെ സംസാരിച്ചെങ്കിൽ അതാ അതിൻ്റെ പുറകിൽ രഹസ്യമുണ്ട്, എൻ്റെ ആത്മരക്ഷയാണ് പ്രധാനം. ഈ പാപം ഒളിച്ചു വെച്ചാൽ, ഈ പാപം മറച്ചു വെച്ചാൽ എനിക്കൊരു നിത്യജീവൻ ലഭിക്കില്ല, സ്വർഗം ലഭിക്കില്ല. ആ ഒരു ബോധ്യത്തോടെ എന്നെ സ്നേഹിക്കുന്ന ദൈവം തിരുവചനത്തിലൂടെ എന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ചെറുപ്പക്കാരൻ വീണ്ടും പോയി നല്ലവണ്ണം പ്രാർത്ഥിച്ചു, ഒരുങ്ങി അനുദപിച്ച് കുമ്പസാരിച്ചു. അതിനുശേഷം വന്നു ഈ മകന് വേണ്ടി 6 പ്രാവശ്യം ബൈബിൾ തുറന്നു. ജാരസന്തതി എന്നുള്ള വചനം വീണ്ടും ലഭിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവിക്കുന്ന ഈശോ ആരൊക്കെ വചനത്തിൽ കീഴടങ്ങുമോ, ആരൊക്കെ വചനം അഭിഷേകത്തോടെ വായിക്കുമോ, അത് വിശ്വസിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശു, ഇന്ന് ജീവിക്കുന്ന യേശു നമ്മുടെ ജീവിതത്തിൽ തിരുത്തി തരാൻ, സൗഖ്യം തരാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ ഭാവിയെപ്പറ്റി പോലും ഉന്നതമായ ലക്ഷ്യം വെച്ച് നമ്മളെ വിശുദ്ധീകരിക്കാൻ, വഴി നടത്താൻ ഈശോ തയ്യാറാണ് എന്നുള്ള വലിയ സത്യം നമുക്ക് ബോധ്യപ്പെടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. പ്രിയ സഹോദര സഹോദരി, ഒരു ഫാക്ടറിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ആ ഫാക്ടറി 10-15 വർഷമായിട്ട് സാമ്പത്തിക പ്രതിസന്ധി ഉഴലുകയാണ്. അപ്പോൾ അവർ സന്ദേശം ലഭിച്ചു, നിങ്ങളുടെ സമ്പത്തിൻ്റെ ദശാംശം ദൈവത്തിന് മാറ്റിവെച്ചാൽ, നിങ്ങളുടെ വരുമാനത്തിൻ്റെ, ഫാക്ടറിയുടെ വരുമാനത്തിൻ്റെ ദശാംശം ദൈവത്തിന് മാറ്റിവെച്ചാൽ ഈ ഫാക്ടറി ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ സമ്മതിച്ചു. പക്ഷേ അടുത്ത വർഷം ചെന്നപ്പോൾ അവർ ആരും ദശാംശം കൊടുത്തിട്ടില്ല. ദശാംശം കൊടുക്കുമ്പോൾ വരുമാനം വേണ്ടേ, പണം വേണ്ടേ? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ശമ്പളം എഴുതിയെടുത്തോ? ശമ്പളമൊക്കെ ഡബിളാക്കി. ദൈവത്തിന് ദശാംശം കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞു, ദൈവം സംസാരിക്കുന്നു, ദൈവം ഇതാ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കുന്നു, വഞ്ചിക്കുന്നു എന്ന് സന്ദേശം കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് സന്ദേശം കിട്ടുന്നത്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കൂ, നിങ്ങളോട് ദൈവം സംസാരിക്കും, ബൈബിൾ സംസാരിക്കും, ബൈബിൾ നിങ്ങളെ മനസ്സാത്തിലേക്ക് നയിക്കും. പ്രിയജനമേ, ഞങ്ങൾ 4-5 പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ ഈ ബൈബിൾ കൊടുത്തു, അവരെന്നെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു. അവർ കിട്ടിയ വചനം എന്തെന്നറിയണമോ? മലാക്കി 3:8, നിങ്ങൾ എന്നെ കൊള്ളയടിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ വഞ്ചിച്ചെന്നെങ്കിൽ ദൈവം പറഞ്ഞു, നിങ്ങൾ എന്നെ കൊള്ളയടിച്ചു. എങ്ങനെ? ദശാംശങ്ങളിലും കാഴ്ചവെപ്പുകളിലും തന്നെ. നിങ്ങളുടെ ദശാംശങ്ങൾ എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, നിങ്ങൾക്കെതിരെ വരുന്ന വെട്ടുക്കിളികളെ ഞാൻ ശാസിക്കും. ആ വചനം ഒരു അഭിഷേകമായി, ബോധ്യമായി അവർ സമ്പത്തിന് ദശാംശം കൊടുക്കാൻ തുടങ്ങി. ഇന്ന് കേരളത്തിലല്ല, മറ്റൊരു സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ഫാക്ടറിയാക്കി ആ ഫാക്ടറിയെ ദൈവം അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്തു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഇതാ വചനത്തോടുള്ള ആഭിമുഖ്യം വളർത്താൻ, വചനം വായിക്കാൻ, എല്ലാവരും ഓരോ ബൈബിൾ സ്വന്തമാക്കുവാൻ, ഈശോയോട് ചേർന്ന് ഈശോയുടെ പദ്ധതി ബോധ്യപ്പെട്ട് പാപത്തെ വെറുത്തുപേക്ഷിച്ച് വഴി നടത്തുന്ന, സൃഷ്ടിക്കുന്ന, സൗഖ്യം നൽകുന്ന വചനത്തിനോട് ആഭിമുഖ്യം പുറത്ത് മുന്നേറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവാനായ നല്ല ദൈവമേ, ഇന്ന് ജീവിക്കുന്ന ഈശോയെ, ലോകം മുഴുവൻ സൃഷ്ടിച്ച അവിടുത്തെ സ്വരം, അവിടുത്തെ വചനമാണല്ലോ ബൈബിൾ. ഈ ബൈബിളിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കണമേ. ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾക്ക് നല്ല കൗൺസിലിംഗ് തരണമേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ, സ്വർഗത്തിൻ്റെ പ്രത്യാശ നൽകണമേ, ഞങ്ങളുടെ അശുദ്ധി മാറ്റിത്തരണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വചനത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.